Good morning, students. Welcome to today's class. Today we are discussing about problem based on two real sequence. Two real sequence problem ആണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. Okay. Two real sequence നമ്മൾ രണ്ട് real sequence provide ചെയ്യും. That is x1 of n, x2 of n. ഈ ഒരു sequence യൂസ് ചെയ്തിട്ട് നമ്മൾ x of n എന്നുള്ള sequence ഫോം ചെയ്യുന്നു. So x of n is equal to x1 of n plus j x2 of n. എന്നിട്ട് ഇതിൽ നിന്ന് എക്സ് ഓഫ് കെ കണ്ടുപിടിക്കും. എന്നിട്ട് എക്സ് ഓഫ് കെ എക്സ് വൺ ഓഫ് കെയും എക്സ് ടു ഓഫ് കെയും കണ്ടുപിടിക്കും ബൈ ദ ഇക്വേഷൻ എക്സ് വൺ ഓഫ് കെ ഇസ് ഈക്വൽ ടു 1/2 എക്സ് ഓഫ് കെ പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ. എക്സ് ടു ഓഫ് കെ ഇസ് ഈക്വൽ ടു 1/2j എക്സ് ഓഫ് കെ മൈനസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ. സോ എക്സ് ടു ഓഫ് കെയിൽ 1/2j എന്നാണ്, ഇവിടെ ഒരു പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഓക്കെ, അങ്ങനെയാണ് ടു റിയൽ സീക്വൻസ്. നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു അല്ലേ. ദെൻ എക്സ് ഓഫ് കെയും എക്സ് കോൺജുഗേറ്റ് ഓഫ് കെയും എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെയും ഒക്കെ കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ 4-point DFTs of two sequences G of n and H of n defined below using a single 4-point DFT. ഈ ഒരു രീതിയിലാവും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, 4-point DFT of two sequence കാണാം ബൈ യൂസിങ് സിംഗിൾ 4-point DFT. അങ്ങനെ വരും. ഒരു സിംഗിൾ 4-point DFT യൂസ് ചെയ്തിട്ട് ഈ രണ്ട് 4-point DFTs തമ്മിലുള്ള ഇക്വേഷൻ കാണാം, DFT കാണാം, അങ്ങനെ ഒന്ന് ചേരും. പിന്നെ രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻ്റ് ആയിട്ട് ഡയറക്റ്റ് തരും. അതായത് എഫിഷ്യൻ്റ് ആയിട്ട് രണ്ട് സീക്വൻസ് തമ്മിലുള്ള DFT കാണാനായിട്ട് രണ്ട് സീക്വൻസ് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ടു സീക്വൻസ് G of n and H of n. G of n is equal to 1 2 0 1 and H of n is equal to 2 2 1 1 1. Okay, so moving to the question, we have G of n. അപ്പോൾ ഇങ്ങനെ രണ്ട് സീക്വൻസ് നിന്ന് നമുക്ക് എക്സ് ഓഫ് എൻ ഫോം ചെയ്യാം. സോ ഹിയർ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു G of n പ്ലസ് j H of n. ഓക്കെ, സോ ഈ രീതിയിൽ 1 പ്ലസ് 2j 2 പ്ലസ് 2j 0 പ്ലസ് j 1 പ്ലസ് j. Okay, 1 plus 1j, that is 1 plus j. So 0 plus j is j. So x of n is equal to 1 plus 2j, 2 plus 2j, j 1 plus j. Okay, then we can ഇങ്ങനെ ഒരു എക്സ് ഓഫ് എൻ കിട്ടിയാൽ നമുക്ക് ഇതിനെ പല രീതിയിൽ തന്നിട്ടില്ലെങ്കിൽ DIT യൂസ് ചെയ്തിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ DIT യൂസ് ചെയ്ത് ചെയ്യണം. അല്ലെങ്കിൽ FFT യൂസ് ചെയ്തിട്ട് എന്ന് പറയുകയാണെങ്കിൽ FFT യൂസ് ചെയ്തിട്ട് നമ്മൾ DIT ഓ DFT ഓ ഏതാണ്, DIT ഓ DIF ഓ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഓഫ് എന്നിന്റെ DFT എക്സ് ഓഫ് കെ കാണാം. നമുക്കറിയാം എക്സ് ഓഫ് എന്നിന്റെ എക്സ് ഓഫ് കെ കാണാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഈ റാഡിക്സ് 2 മെത്തേഡ്, ഒന്ന് DIT DFT, അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് എന്താ, ഒന്ന് ഈ FFT മെത്തേഡ്, ദാറ്റ് ഈസ് DIT DIF. നെക്സ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ്, അതായത് നമ്മൾ എക്സ് ഓഫ് എൻ എക്സ് ഓഫ് കെ, അതായത് ട്യൂട്ടൽ ഫാക്ടർ മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എക്സ് ഓഫ് കെ കാണുന്നത്. ട്യൂട്ടൽ ഫാക്ടർ മെട്രിക്സിന്റെ ഇതിനെ കോളം മെട്രിക്സ് ആക്കി. അപ്പോൾ രണ്ട് രീതിയിലും കാണാം. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ തോന്നുന്നത് അതിൽ ചെയ്യാം. ഓക്കെ, നൗ ഞാനിവിടെ DIT യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്, DIT ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഇതിനെ ഈവൺ ആൻഡ് ഓഡ് സീക്വൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഇസ് 1 പ്ലസ് 2j ആൻഡ് j ഇസ് ദ ഈവൺ സീക്വൻസ് ആൻഡ് 2 പ്ലസ് 2j ആൻഡ് j ഇസ് ദ ഓഡ് സീക്വൻസ്. 2 പ്ലസ് 2j 1 പ്ലസ് j ഇസ് ദ ഓഡ് സീക്വൻസ്. ദെൻ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ഫസ്റ്റ് ഈവൺ സീക്വൻസിന്റെ രണ്ട് എഴുതും, 1 പ്ലസ് 2j j, then 2 plus 2j 1 plus j. Okay, that is 1 plus 2j j 2 plus 2j 1 plus j എന്ന് എഴുതി. അപ്പോൾ DIT ആയതുകൊണ്ട് നോർമൽ ബട്ടർഫ്ലൈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇത് ഒപ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യണം. സോ 1 പ്ലസ് 2j പ്ലസ് j, ദാറ്റ് ഈസ് 1 പ്ലസ് 3j. ഇവിടെ 1 പ്ലസ് 2j മൈനസ് j അല്ലേ, j ഇൻറ്റു W40 ഇൻറ്റു -1. സോ 1 പ്ലസ് 2j മൈനസ് j ഈസ് 1 പ്ലസ് j. ഓക്കെ, now next 2 plus 2j plus 1 plus j, that is 3 plus 3j. Okay, 3 plus 3j. Here 2 plus 2j minus 1 minus j. So 2 minus 1 is 1. 2j minus j, that is 1j. That is 1 plus j. അപ്പോൾ ഇങ്ങനെ കിട്ടി. ദ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതും തമ്മിലാണ് ആഡ് ചെയ്യുക. ഹിയർ W0 ഈക്വൽ ടു 1, W1 ഈക്വൽ ടു മൈനസ് j ആണ്. സോ 1 പ്ലസ് 3jയും 3 പ്ലസ് 3jയും ആഡ് ചെയ്താൽ 4 പ്ലസ് 6j കിട്ടി. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ 1 പ്ലസ് 3j മൈനസ് 3 മൈനസ് 3j, സോ മൈനസ് 2 plus 3j minus 3j will become 0. So we have minus 2. 1 minus 3, that is minus 2. Then here 1 plus j plus 1 plus j, that is, okay, 1 plus j plus 1 plus j into minus j. Okay, അപ്പോൾ ആ ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടി ഞാൻ ഈ ഒരു പോർഷന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 1 പ്ലസ് j ഇൻറ്റു മൈനസ് j. 1 പ്ലസ് j ഇൻറ്റു മൈനസ് j പറഞ്ഞാൽ എന്താ, മൈനസ് j ഇൻറ്റു j മൈനസ് 1. സോ ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് പ്ലസ് 1. ഓക്കെ, 1 പ്ലസ് j
1 into minus j plus j into minus j. ഈ ഒരു ഫോമിലോട്ട് കിട്ടും. ഇതിൽ നിന്ന് minus j into j minus 1 into minus, that is plus 1. So minus j plus 1, that is 1 minus j. Okay, so here we have 1 minus j, here we have 1 plus j. So plus j minus j cancel ചെയ്തു പോകും. So 1 plus 1, that is 2. Here we get 2. Then ഈ ഒരു കേസിൽ ഇവിടെ ഇതിന് -1 minus j ക്ക് മൈനസ് എടുക്കാം. സോ -1 plus j വരും. സോ -1 ആയതുകൊണ്ട് 1ഉം -1ഉം ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് ജെയും എന്തായി, ഈ സംഭവത്തിലോട്ട് ഇൻറ്റു -1 ആഡ് ചെയ്താൽ മതി. സോറി, ഇൻറ്റു -1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെ കിട്ടാൻ. സോ പ്ലസ് ജെ വി ഗെറ്റ് 2j. സോ ദിസ് ഇസ് ദ എക്സ് ഓഫ് കെ വി ഗോട്ട്, ദാറ്റ് ഇസ് 4 plus 6j 2 minus 2j. ഓക്കെ, ഡി ഐ ടി ആയതുകൊണ്ട് ഡയറക്റ്റ് എടുത്ത് എഴുതി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എക്സ് ഓഫ് കെ നമുക്ക് കണ്ടു. ഇനി നമുക്ക് എന്ത് കാണണം? എക്സ് ഓഫ് മൈനസ് കെ, എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ കാണണം. സോ എക്സ് ഓഫ് കെ അതുപോലെ എഴുതുക. എക്സ് ഓഫ് കെ എന്ത്? എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 ആൻറ്റി ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യുക. ദറ്റ് ഇസ് 4 plus 6j 2 minus 2j. ഈ രീതി കിട്ടി. ദെൻ എക്സ് കോൺജുഗേറ്റ് കാണാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. കോൺജുഗേറ്റ് പറയുമ്പോൾ ഈ കോൺജുഗേറ്റ് ഉള്ള ഭാഗം മാത്രം നെഗറ്റീവ് ആവും. സോ എക്സ് ഓഫ് 0 4 minus 6j 2 റിയൽ ആയതോടെ അതുപോലെ നിൽക്കും. 2, this is -2 minus 2j. 2j will become minus 2j. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അതായത് ആന്റി ക്ലോക്ക് വൈസിൽ ഉള്ളത് ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യണം. മൈനസ് കെ എന്ന് പറയുമ്പോൾ ഇതിനെ ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യും. സോ ഈ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 എന്നുള്ളത് എങ്ങനെ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യും. സോ എക്സ് ഓഫ് 0 അവിടെ തന്നെ ഉണ്ടാവും. എക്സ് ഓഫ് 0 ഒരു ചേഞ്ച് ഇല്ല. 4 minus 6j. എക്സ് ഓഫ് 1 ഇവിടെ വരും, എക്സ് ഓഫ് 2 ഇവിടെ, എക്സ് ഓഫ് 3 ഇപ്പുറത്ത് വരും. സോ 1ഉം 3ഉം മാത്രം ചേഞ്ച് ആവും. സോ വി ഗെറ്റ് 4 minus 6j. ദെൻ നെക്സ്റ്റ് എക്സ് ഓഫ് 1 2 ഇവിടെ വരും. ഓക്കെ, 2 minus 2 minus 2j. ഓക്കെ, ഇങ്ങനെ വന്നു. ക്ലോക്ക് വൈസിൽ നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസിൽ എഴുതണ്ടേ? ഓക്കെ, സോ ഇതാണ് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ. അപ്പോൾ എന്തായിട്ടുണ്ട്? എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ചെയ്യുമ്പോൾ ദിസ് ഇസ് എക്സ് ഓഫ് 0, ദിസ് ഇസ് എക്സ് ഓഫ് 1, ന്യൂ ആയിട്ടുള്ള ഫോമിൽ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. Therefore, x conjugate, x of k we have 4 plus 6j 2 minus 2j. Then x conjugate of minus k എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. പക്ഷേ ഇതിനെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ആന്റി ക്ലോക്ക് വൈസിൽ എഴുതണം. കാരണം ഇതിനെ റിവേഴ്സ് ചെയ്യണം. മൈനസ് കെ ഫോമാറ്റിലാണ്. സോ വി ഹാവ് 4 minus 6j minus 2j minus 2 plus 2. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ ചെയ്യുന്നത്. എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ, എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിനെ ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ കിട്ടും. ഇനി എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ ആണ് ഈ ആൻസർ. ഇതിനെ നമ്മൾ നോർമൽ രീതിയിൽ ആന്റി ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്താൽ ദാറ്റ് ഈസ് 4 minus 6j minus 2j minus 2 എന്ന് കിട്ടും. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്തു. So x of k യും x conjugate of minus k കിട്ടി. From this we get x1 of k and x2 of k. Here x1 of k എന്നല്ല, ഇവിടെ g1ഉം വരുന്നുണ്ട്. g of n ഉം h of n ആണ്. So we have g of x and h of x, right? g of x. So g1 of x എന്ന് എഴുതിയാൽ x1 of x എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നുകൊണ്ട് ഞാനിവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എഴുതണ്ട്. ഹിയർ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓർ x1 of k is equal to or g of x is equal to, ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ x of k plus x conjugate of minus k by 2, that is 1/2 into x of k plus x conjugate of k. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. സോ 4 plus 6j 4 minus 6j plus 6j minus 6j ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഹാവ് 8. then 2 minus 2j. So 2 minus 2j, then minus 2 minus 2 we get minus 4. 2j plus 2, that is 2 plus 2j. So x1 of k, then by 2 ചെയ്താൽ x1 of k is equal to 4 1 minus j minus 2 1 plus j. ഈ ഒരു രീതിയിൽ കിട്ടും. This is x1 of k, or from the question we have this is g of k. Okay, g of k എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. So it is g of k. g of n ന്റെ DFT അല്ലേ കണ്ടത്. This is g of k. Then x of k can be calculated as x of k minus x conjugate of minus k by 2j. Okay, ഇത് രണ്ടും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
So 4 plus 6j minus 4 minus വരുമ്പോൾ plus 6 കിട്ടും. So 4 minus 4 0. 6j plus 6j that is 12j. Then here 6 2 minus 2 plus 2j that is 2 plus 2j. Then ഇവിടെ plus ആവും minus വരുമ്പോൾ. So minus 2 plus 2 that is 0. Then 2j minus 2 that is minus 2 plus 2j. Okay. Now we have x2 of k or h of k is equal to divide by 2j ചെയ്യണം. Divide by 2j ചെയ്യുമ്പോൾ 12j by j that is 6. Then 2 plus 2j by 2j. So ഈ ഒരു ജെൻ്റെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പ് എഴുതിയത്. ഓക്കെ, 2 plus 2jനെ ഡിവൈഡ് ബൈ 2 ആയിട്ട് ചെയ്താൽ 1 plus 1j കിട്ടും അല്ലേ. 1 plus j by j. പിന്നെ 0. This is minus 2 സെയിം കേസ് തന്നെ. ഞാൻ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി, ജെ അതുപോലെ ഡിവൈഡ് ബൈ ജെ എന്ന് എഴുതി. സോ മൈനസ് 1 പ്ലസ് ജെ ബൈ ജെ. ഇനി ജെനെ 1 ബൈ ജെ പ്ലസ് ജെ ബൈ ജെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 1 by j is equal to minus j. So minus j by j is equal to 1. j and j cancel 1 കിട്ടും. So 1 minus j എന്ന് കിട്ടും. 1 by j minus j by j 1. So 1 minus j. Here 0. Similarly minus 1j 1 by j ആണ് minus j ആണ്. So മൈനസ് വരുമ്പോൾ പ്ലസ് j വരും. j by j എന്ന് പറഞ്ഞാൽ 1. So 1 plus j. So this is the x2 of k or h of k. So we find the DFT of the two real sequence g of n and h of n by most efficient method. Okay, efficient method. Okay, the next topic we have or another application of FFT is efficient computation of DFT of a 2n point real sequence. 2n point real sequence ആണെങ്കിൽ g of n is a real valued sequence of 2n points. ഒരു g of n എന്നുള്ളത് അതിന്റെ സൈസ് 2n ആണ്. നമ്മൾ ഇതുവരെയുള്ള സൈസ് n ആണ് പറഞ്ഞത്. അപ്പോൾ 2n സൈസ് ഉള്ള റിയൽ സീക്വൻസിൽ എങ്ങനെയാണ് DFT കമ്പ്യൂട്ട് ചെയ്യാന്ന്. Okay, so 2n sequence ആണ് g of n എന്ന് കൺസിഡർ ചെയ്യാം. So let this sequence is divided into two odd and even number samples. So 2n sequence എന്ന് പറഞ്ഞാൽ 2n samples ഉണ്ടാവും. ഈ 2n സാമ്പിൾസിനെ ഓഡ് ഈവൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ x1 of n x2 of n കിട്ടി. ഈ x of n x2 of n എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിന്റെ ഫോമിൽ കിട്ടി? ഇതിന്റെ മുമ്പത്തെ 2 റിയൽ സീക്വൻസിന്റെ ഫോമിൽ കിട്ടി. ഓക്കെ, സോ 2 റിയൽ സീക്വൻസ് ഓഫ് 2n റിയൽ സീക്വൻസിന്റെ അത്. ഓക്കെ, 2n പോയിന്റ് റിയൽ സീക്വൻസിനാണ്. 2 റിയൽ സീക്വൻസ് അല്ല, 2n പോയിന്റ് റിയൽ സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? g of n കിട്ടും വിത്ത് സൈസ് 2n പോയിന്റ് റിയൽ സീക്വൻസ് ആണ് വിത്ത് സൈസ് 2n. g of n നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഇസ് ഓഡ് സീക്വൻസ് ആൻഡ് ഈവൻ സീക്വൻസ് സാമ്പിൾസ്. ദെൻ x of n വിൽ ബി ദ ഈവൻ, ദാറ്റ് ഇസ് x of n is equal to g of 2n. ഓക്കെ, ഈവൻ സാമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് n സാമ്പിൾ. അപ്പോൾ n സാമ്പിൾ അല്ലേ ഉണ്ടാവുള്ളൂ. 2n സാമ്പിളിന് n സാമ്പിൾസ് ഈവൺ ആയിട്ടും ദെൻ x2 of n n സാമ്പിൾസ് ഓഡ് ആയിട്ടും. ദാറ്റ് ഈസ് g of 2n plus 1 with n sample. Okay, let x of n be the endpoint complex valued sequence defined. Okay, ഇന്ന് നമുക്ക് ഇപ്പോൾ x1 of n x2 of n ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി കാണുന്ന പോലെ ഈ x1 of n x2 of n റിയൽ സീക്വൻസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ കോംപ്ലക്സ് സീക്വൻസ് ആയിട്ട് മാറ്റുമ്പോൾ x of n മുമ്പ് ചെയ്ത പോലെ തന്നെ x of n ചെയ്യും. x of n is equal to x1 of n plus j x2 of n. ഓക്കെ, അങ്ങനെ ഒരു പുതിയ സീക്വൻസ് കിട്ടി. ഇനി മറ്റേനെ പോലെ തന്നെ ഈ x of n-ന്റെ x of k കാണാം. എന്നിട്ട് x of k x1 of k x2 of k കാണാം. x1 of k x2 of k കണ്ട് അവിടെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? g of n-ന്റെ ആണ്. x1 of n-ന്റെയും x2 of n-ന്റെയും നമ്മൾ കണ്ടു എന്ത് ആണ്? x1 of k x2 of k. ഇനി നമുക്ക് കാണേണ്ടത് g of n-ന്റെ DFT ആണ്. ഓക്കെ, DFT of g of n. അപ്പോൾ അത് കാണാനും വേണ്ടി നമുക്ക് g of k ചെയ്യണം. ഓക്കെ, g of k ചെയ്യാനുള്ള ഫോമാറ്റ്. അതിന് മുമ്പ് x of n കിട്ടുമ്പോൾ അതിന് x of k കിട്ടും. x of k എന്ന് സെയിം ഇക്വേഷൻ ആണ്. x1 of k കാണാനുള്ള ഇക്വേഷൻ 1/2 x of k plus x conjugate of n minus k. Then x2 of k കാണാനുള്ള ഇക്വേഷൻ 1/2j x of k minus x conjugate of n minus k. അപ്പം നമുക്ക് x1 x2 കണ്ടു. ഇനി നമുക്ക് g of k ആണ് കാണേണ്ടത്. g of n-ന്റെ g of k ആണ് കാണേണ്ടത്. ഓക്കെ, now g of k കാണാനുള്ള ഇക്വേഷൻ വി ഹാവ് g of k-ന്റെ സൈസ് 2n ആയതുകൊണ്ട് സിഗ്മ n equal to 0 to n minus 1 എന്നുള്ളതായതുകൊണ്ട് 2n ആയതുകൊണ്ട് 2n minus 1. Okay, so n is replaced by 2n. Okay, g of k is equal to sigma n equal to 0 to 2n minus 1. g of n into e raised minus j 2 pi by n into kn ആണ്. സോ അതിനെ നമുക്ക് ട്വൽവ് ഫാക്ടറിന്റെ രീതി എഴുതുകയാണെങ്കിൽ WNK അല്ല, WNNK എന്നുള്ളത് n-നെ റീപ്ലേസ് ചെയ്ത് 2n ആക്കും. സോ W2NNK. ദിസ് ഇസ് നോർമൽ DFT ഇക്വേഷൻ അല്ലേ.
ഇതിനെ ഓടും ഈവൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ജി ഓഫ് കെ is equal to സിഗ്മ n equal to 0 to n minus 1. ജി ഓഫിനെ ഈവണും ഓടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ജി ഓഫ് 2n ഡബ്ല്യു 2n എന്നുള്ളതൊക്കെ ഓക്കെ ഡബ്ല്യു 2n ഈ 2n തന്നെ 2n ഇവിടെ എൻ കെ എന്നുള്ളത് n is replaced by 2n, so 2nk പ്ലസ് സിഗ്മ n equal to 0 to n minus 1 ഓഡ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ജി ഓഫ് n എന്നുള്ളത് 2n പ്ലസ് 1 ഡബ്ല്യു 2n എന്ന് ഈ 2 ക്യാപിറ്റൽ n ഈ സ്മോൾ ലെറ്റർ n എന്തായി മാറും 2n പ്ലസ് 1 k. ഓക്കെ, നമ്മൾ ഡി ഐ ടിന്റെ ഡെറിവേഷൻ ചെയ്ത പോലെ തന്നെയാണ്. സിഗ്മ n ഈക്വൽ ടു 0 to n മൈനസ് 1. ഈ ജി ഓഫ് 2n എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷന് ജി ഓഫ് 2n എന്ന് പറഞ്ഞാൽ നമുക്ക് x1 of n ആണെന്ന് അറിയാം. ജി ഓഫ് 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ x2 of n ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So sigma n equal to 0 to n minus 1. So instead of x of 2n, we have x1 of n w. Okay, x1 of n w 2n. Okay, 2n ഉണ്ട്. Okay, w 2nk. അപ്പോൾ ഈ 2n എന്നുള്ളത് ക്യാൻസൽ ചെയ്യും. ഇവിടെ 2n ഉണ്ട്. 2n nk പ്ലസ് ഇവിടുന്ന് 2n ഉണ്ടോ w 2n 2n പ്ലസ് 1k ആണ്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ w 2n 2nk w 2n k വരും. ഓക്കെ, സോ പ്ലസ് w 2nk ഇതിനിവിടെ നമ്മൾ എന്ത് ചെയ്തു, പുറത്തെടുക്കണം. w 2nk പുറത്തെടുത്തു. സോ വി ഹാവ് സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 g of 2n plus 1 പകരം x2 of n w n nk. ഓക്കെ, ഓക്കെ, so w nk. Then applying Fourier transform, ഇതിലോട്ട് Fourier transform അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും g of k is equal to, this is what is x of k, x1 of k and this term is x2 of k അല്ലേ, x1 of k x2 of k. പക്ഷെ ഇവിടെ ഒരു ഔട്ട്പുട്ട് ആയി നമുക്ക് വരും w2nk. okay, w2nk. so this is the equation to find g of k. so g of k is equal to x1 of k plus w2nk x2 of k. okay, k equal to 0 to n minus 1. k യുടെ വാല്യൂ n ആണ് സൈസ്. എക്സ്റ്റെൻഡഡ് വേർഷൻ എങ്ങനെ എഴുതാം, ജി ഓഫ് കെ പ്ലസ് എൻ, കാരണം പീരിയോഡിക് ആയതുകൊണ്ട് കെ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എക്സ്റ്റെൻഡഡ് വേർഷൻ x1 of k, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആവും, w2nk x2 of k. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എക്സ്റ്റെൻഡഡ് വേർഷനിൽ. സോ ജി ഓഫ് കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഡി എഫ് ടി ഓഫ് ജി ഓഫ് എൻ, ദാറ്റ് ഇസ് ജി ഓഫ് കെ ഇസ് ഈക്വൽ ടു x1 of k plus w2nk x2 of k. and g of k plus n is equal to extended version, that is x1 of k minus w2nk x2 of k. so k takes values to 0 to n minus 1. okay, then ഒരു കമ്പാരിസൺ നടത്താം. ഓക്കെ, ഡി ഐ ടി ഡി ഐ എഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കമ്പാരിസൺ ആണ്. 3 ഡിഫറൻസ് ഉണ്ട് രണ്ട് തമ്മിലും. ഡി ഐ ടിയിൽ ഇൻപുട്ട് ഇസ് റിട്ടൺ ഇൻ ഷഫിൾഡ് ഓർഡർ അല്ലെ, ഷഫിൾഡ് ഓർഡറിലാണ് ഇൻപുട്ട് ചെയ്യുക. പക്ഷേ ഡി ഐ എഫിലോ ഇൻപുട്ട് ഈസ് റിട്ടൺ ഇൻ നാച്ചുറൽ ഓർഡർ. ഇത് ഡി ഐ ടിയും ഡി ഐ എഫിന്റെയും ഒരു ചെറിയ കമ്പാരിസൺ ആണ്, ഇതിൽ വരുന്നതല്ല. സോ ഔട്ട്പുട്ട് ഈസ് ഇൻ നാച്ചുറൽ ഓർഡർ. ഇവിടെ ഇൻപുട്ട് ഷഫിൾഡ് ഓർഡർ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, കാരണം ഈവൺ ഓഡ് ആക്കുമ്പോൾ നമ്മൾ ഷഫിൾ ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ ഔട്ട്പുട്ട് ഈസ് ഇൻ നാച്ചുറൽ ഓർഡർ. ഇവിടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഷഫിൾ ചെയ്യണം. ബിറ്റ് റിവേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് ഓഫ് 0 എക്സ് ഓഫ് 4 അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് അലോങ് വിത്ത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റിൽ നമ്മൾ എ പ്ലസ് ബി എന്ന് എഴുതുന്നു. മറ്റേത് എ, ഫസ്റ്റ് ഡി ഐ ടിയിൽ എ പ്ലസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ ആയിരുന്നു. അതുപോലെ തന്നെ മറ്റേത് എ മൈനസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. അതായത് അഡീഷണൽ സബ്സ്ട്രാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡബ്ല്യു എൻ കെ ആ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ടേക്ക് പ്ലേസ് ആഫ്റ്റർ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷന് ശേഷമാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഔട്ട്പുട്ട് എ പ്ലസ് ബി, സെക്കൻഡ് ഔട്ട്പുട്ട് എ മൈനസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെയിം പ്രോബ്ലം ആണ്. നമുക്ക് അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കാണാം. ഓക്കെ, 2n റിയൽ സീക്വൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ചെയ്ത റിയൽ സീക്വൻസിന്റെ പ്രോബ്ലം ആണ്. ദാറ്റ് 111 112 സെയിം പ്രോബ്ലം ആണ്. പക്ഷേ ഈ രീതിയിലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ വന്നത്. ഫോളോയിങ് പെയർ ഓഫ് സീക്വൻസ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് 4 പോയിന്റ് DFT യൂസ് ചെയ്തിട്ട്. മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, 2 റിയൽ സീക്വൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കാണേണ്ടത്. ഓക്കെ, ഇത് പറയാനും വേണ്ടി ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് 2n റിയൽ സീക്വൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഫൈൻഡ് ദ 8 പോയിന്റ് DFT ഓഫ് ദ സീക്വൻസ്
101010 using 4-point DFT. Okay, ഇതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് 101010ക്ക് പകരം 202020 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ g of n is equal to നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Okay, this is the university question. Find the 8-point DFT of the sequence 20202020 using 4-point DFT. 4-point DFT യൂസ് ചെയ്തിട്ട് ഈ 8-point DFT കാണാം. ഓക്കെ, 4 അത് അപ്പോൾ എന്താണ് ഈ 20 എന്നുള്ള 8 എന്നുള്ള 2n സീക്വൻസ് ആണ്, ദാറ്റ് ഈസ് g of n ആണ്. സോ 4-point DFT യൂസ് ചെയ്തിട്ട് 8-point DFT കാണാം. ഓക്കെ, സോ ഹിയർ g of n is equal to 20202020, that is 2n. Here 2n is equal to 8, then n equal to 4. Okay, now x1 of n ഉം x2 of n ഉം കാണണം അല്ലേ. x1 of n എന്ന് പറയുമ്പോൾ g of 2n ആണ്, x2 of n g of 2n plus 1, റൈറ്റ്. സോ ഇത് ആണ് 2n പോയിന്റ് ആണ്. സോ 2n പോയിന്റ് ഇങ്ങനെ രണ്ട് 8-point DFT യൂസ് ചെയ്തിട്ട് 4-point DFT യൂസ് ചെയ്തിട്ട് 8-point DFT കാണാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ gn അതായത് 2n റിയൽ സീക്വൻസ് ആണെന്ന് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ദിസ് ഇസ് g of n 20202020, ഇതിൽ നമ്മൾ x of n ആൻഡ് x2 of n കാണണം. സോ x1 of n എന്ന് പറയുമ്പോൾ ഈവൻ സീക്വൻസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം, തേർഡ് ടേം, അങ്ങനെ 2 2 2 2, ആൻഡ് x2 of n is the odd sequence, that is 0 0 0 0. Okay, here n equal to 4 in both case. ഇനി ഇതിൽ നിന്ന് നമുക്ക് x of n കാണണം. x of n is equal to x1 of n plus x2 of n, that is ഇത് രണ്ട് പ്ലസ് ചെയ്യാൻ, that is 2 plus 0j. അപ്പോൾ ഈ കോൺജുഗേറ്റുകൾ വരുന്നതൊക്കെ എന്താ 0 ആണ് വരുന്നത്. സോ വി ഹാവ് x of n is equal to 2 2 2 2. ഓക്കെ, നൗ എക്സ് ഓഫ് എൻ എന്ന് നമുക്ക് എന്ത് കാണണം, എക്സ് ഓഫ് കെ കാണാം. നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടോ റാഡിക്സ് ടു DIT മെത്തേഡ് യൂസ് ചെയ്തിട്ടോ DIF മെത്തേഡ് യൂസ് ചെയ്തിട്ടോ നമുക്ക് കാണാം. ഞാൻ ഇപ്പോൾ DIT മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. സോ 2 2 2 2 എന്നാകുമ്പോൾ ഇതിൻ്റെ ഈവൻ സീക്വൻസും ഓഡ് സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ സീക്വൻസും 2 2 ആണ് കിട്ടുക, ഓഡ് സീക്വൻസും 2 2 ആണ് കിട്ടുക. ഓക്കെ, എക്സ് ഓഫ് എന്നിനെ ഈവൻ സീക്വൻസ് ഓഡ് സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ 2 2 2 2 എന്ന് കിട്ടി. So 2 plus 2 is 4 and 2 minus 2 is 0. Here also 2 plus 2 is 4 and 2 minus 2 is 0. So we get 4 0 4 0. Okay, ഈ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ 4ഉം അടുത്ത ഇൻപുട്ട് 4ഉം ഈ 4ഉം ഈ 4ഉം കൂടി ആഡ് ചെയ്യാം. 4 plus 4 is 8. നെക്സ്റ്റ് ഇവിടെ കിട്ടണമെങ്കിൽ 4 minus 4, that is equal to 0. ഓക്കെ, ഇവിടെ രണ്ടും 0 ആയതുകൊണ്ട് രണ്ട് ഔട്ട്പുട്ടും 0 കിട്ടി. ഓക്കെ, and output 0 കിട്ടി. Now x of k is equal to x of k, x of n നമുക്ക് x of k കിട്ടി 8000, x of k നമുക്ക് 8000 കിട്ടി. സോ x കോൺജുഗേറ്റ് ഓഫ് മൈനസ് k എന്തായിരിക്കും, സെയിം ആവും. കാരണം x of k 8000 ആണെങ്കിൽ x of കോൺജുഗേറ്റ് k എന്ന് പറയുമ്പോഴും എന്താ അവിടെ കോൺജുഗേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 800 തന്നെയാണ്. എക്സ് ഓഫ് കോൺജുഗേറ്റ് മൈനസ് കെ പറയുമ്പോൾ അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിട്ടാലും ആ എക്സ് ഓഫ് 0ത്തെ ടേം അവിടെ തന്നെ നിൽക്കും, സീറോസേ ഷഫിൾ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എക്സ് ഓഫ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെയും 0 8 കിട്ടും, സെയിം വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമ്മൾ x1 of kയും x2 of kയും കാണണം. സോ x1 of k is equal to 1/2 x of k plus x conjugate of minus k, that is 1/2. 8 plus 8 is 16, so 16 0 0 0. So 1/2 ചെയ്യുമ്പോൾ 8 0 0 0 എന്ന് വരും. So x2 of k we have 1/2j x of k minus x conjugate of k. So 8 minus 8 is 0. So we have 0 0 0 0, that is equal to 0 0 0 0. Okay. Then ഇനി നമുക്ക് കാണേണ്ട g of k. So x1 of k യും x2 of k യും കണ്ടു. x1 of k is 8000 and x2 of k is 0000. Okay, ഇനി g of k കാണണം. g of k is equal to x1 of k plus w2nk x2 of k. Okay, അങ്ങനെയല്ലേ? And g of k plus n is equal to x1 of k minus w2nk into x2 of k. Okay, now x of k is equal to, sorry, g of k is equal to 2n എന്ന് പറയുമ്പോൾ n ഇവിടെ 4 ആണ്. സോ 2n is 8. സോ w8k ജസ്റ്റ് ആ n മാത്രം ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കാണണം, g of 0 മുതൽ g of 7 വരെ കാണും. കാരണം g എത്രയാ 8 ബിറ്റ് ആണ്. സോ g of 0 ഈക്വൽ ടു ഇതിൽ നമ്മൾ വാല്യൂ കൊടുക്കുക x1 of k. x1 of kയിൽ
ഒരു 8 ആണ്. ഓക്കെ, ദിസ് ഇസ് 80000. x2 of k ഫുൾ 0 ആണ്. അപ്പോൾ നമുക്ക് വേഗം കാണാം. സോ g of 0 എന്ന് പറഞ്ഞാൽ x1 of k പറയുമ്പോൾ 8, x2 of k 0 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. സോ 8 plus 0 0. ദെൻ x1 of g of 1. സോ k equal to 1 എന്ന് കൊടുക്കുമ്പോൾ k equal to 0. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജി ഓഫ് കെ x1 of k k equal to 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ k equal to 0 ഈ പൊസിഷൻ 8000 ആണ്. സോ k 0ൽ മാത്രമേ ഉള്ളൂ, 1ലും 2ലും 3ലും എന്താണ് 0 ആണ് വരുന്നത്. സോ വെൻ k equal to 1 and k equal to 2 and k equal to 3, that is g of 1, g of 2, g of 3, that is equal to 0. ഇനി നമുക്ക് g of 4 കാണാം. g of 4 കാണണമെങ്കിൽ വീണ്ടും ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, k equal to 0 എന്ന് കൊടുക്കാം. സോ k equal to 0 കൊടുക്കുമ്പോൾ we get g of 4. സോ g of 4 k equal to 0. k equal to 0 ഈ രണ്ട് ഇക്വേഷൻ നോക്കുക. k 0 ആകുമ്പോൾ 0th ടേം ഈസ് ഇവിടെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുക. 0th ടേം 8, ഇവിടെ 0th ടേം 0. സോ g of k is equal to 8 minus 0, that is equal to 8. Okay, so g of 4 നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. ഇനി നമ്മൾ മൊത്തം g of k is equal to ഫസ്റ്റ് ടേം g of 0 8 ആണ്, ഫസ്റ്റ് ടേം 0, then സെക്കൻഡ് തേർഡ് ഫോർത്ത് 0, ഈ ഫിഫ്ത്ത് ടേം g of 4 നമുക്ക് വീണ്ടും 8 കിട്ടി. So this is the answer. g of k is equal to 8000 8000. സിമിലർ വേയിലാണ് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. ദാറ്റ് ഈസ് okay, this is the question. ഈ 2 റീപ്ലേസ് ചെയ്തു 10 10 10 ചെയ്തു. സോ x1 of n x2 of n ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കും, x of k കണ്ടുപിടിച്ചു. സോ ഇവിടെ അവിടെ 2 2 2 2 ആണെങ്കിൽ ഇവിടെ ഫുൾ 1 1 1 1 ആണ്. ഓക്കെ, ഇപ്പൊ x2 of k ന്റെ നമുക്ക് ഉത്തരം അവിടെ 800 ആണ്, ഇവിടെ 4000 കിട്ടി. ഓക്കെ, then x of k 400. x of k യും x of minus k യും ഇവിടെ സെയിം ആണ്. x of k is equal to x of x conjugate of k is equal to x conjugate of minus k, എല്ലാം സെയിം ആണ് വരിക. സോ നമുക്ക് ഇവിടെ 4000 കിട്ടി x1 of k, x2 of k 000 കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ g of k കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, g of 0 4 plus 1 into 0. ഞാൻ എല്ലാത്തിനും വെറുതെ ഇട്ട് കൊടുത്ത് 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും 0 ആണ് വരിക. ദെൻ നെക്സ്റ്റ് ടേം g of 4 എന്ന് പറയുമ്പോൾ 4 മൈനസ് ആ ഇക്വേഷനിലോട്ട് കൊടുക്കുക. ഓക്കെ, ദിസ് ഇസ് x1 of k, k equal to 0, 4 minus 0 W80 into 0. So W80 ആണ് 1 ആണ്, 1 into 0, that is 0. Here 4 is the answer. Put k equal to 0 in equation 2. ഈ ഒരു equation 2ക്ക് k ക്ക് 0 1 അങ്ങനെ ഓരോ ഇത് കിട്ടാൻ വേണ്ടി ചെയ്യാം. അവിടെ 800 എന്ന് കിട്ടിയെങ്കിൽ ഇവിടെ g of n is equal to 4000 4000, അതായത് g of k. Okay, now we have another question based on real sequence, that is given g of n is equal to 1010 and h of n is equal to 1221. Okay, now moving to the question, we have x of n കണ്ടുപിടിക്കുക. x of n is equal to g of n plus j h of n, that is g of n h of n, that is g of n is 1010 and h of n is 1221. Then for x of n is equal to 1 plus j 0 ആയതുകൊണ്ട് 2j 1 plus 2j j. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്തില്ലേ, അത് ഏകദേശം സെയിം പ്രോബ്ലം ആണ്. ഇവിടെ ഞാൻ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എക്സ് ഓഫ് കെ കാണുന്നത്. കണ്ടോ, എക്സ് ഓഫ് നമ്മൾ DIT യൂസ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് എക്സ് ഓഫ് കെ ഉണ്ട്. എക്സ് ഓഫ് കെ is equal to ടിഡിൽ ഫാക്ടർ മാട്രിക്സ് ഇൻറ്റു ഈ എക്സ് ഓഫ് എന്നിനെ കോളം മാട്രിക്സ് ആക്കി എഴുതി. സോ ടിഡിൽ ഫാക്ടർ മാട്രിക്സ് 1 1 1 1 1 1 1 1 minus j minus 1 j minus 1 1 minus 1 j minus 1 minus j. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus j plus 2j plus 1 plus 2j plus j. ഓക്കെ, ഇത് എല്ലാം 1 into 1 plus j 1 into 2j അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കിട്ടും. നെക്സ്റ്റ് 1 into 1 plus j is 1 plus j minus j into 2j, that is plus 2 minus 1 into ഇത്, so minus 1 minus 2j j into j, that is minus 1. Then ഈ ഒരു ടേം 1 into 1 plus j, that is 1 plus j minus 1 into 2j, that is minus 2j 1 into 1 plus 2j, that is 1 plus 2j minus 1 into j, that is minus j.
Then we have next fourth 1 into 1 plus j, that is 1 plus j. 1 into 1 plus j, 1 plus j, j into 2j, that is minus 2j, that is minus 2j, then second term. Then next minus 1 into 1 plus 2j, that is minus 1 minus 2j, then minus j into j, that is plus 1. Okay, അങ്ങനെ 4 values കിട്ടി. So here 1 plus 1, that is 2, 2j plus j plus 2j plus j, that is 6j. Then 1 minus 1 minus 1, that is minus 2. So 1 minus j plus j minus j, 1 minus j. Then here plus j minus j cancel ചെയ്തു, minus 2 plus 2j cancel ചെയ്തു. Then 1 plus 1 is 2. Here 1 minus 2 is minus 1. And minus 1 plus 1 cancel ചെയ്തു. So minus 2 plus j is minus j. So this is the x of k. So we have x of k is equal to 2 plus 6j, 1 minus j, 2 minus 1 minus j. Then x of k കിട്ടും. നമുക്ക് x conjugate of minus k കാണണം. So x conjugate of k എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 minus 6j. ഇതിനെ ക്ലോക്ക് വൈസിൽ കൊടുക്കാം. So 2 minus 6j, 1 plus j, 2 minus 1 plus j. ഇതാണ് x conjugate of k. ഇനി x conjugate of minus k വരുമ്പോൾ ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കണം. അപ്പോൾ ഇത് 1 plus j ഇങ്ങോട്ട് വരും, മൈനസ് 1 plus j അങ്ങോട്ട് പോകും. സോ 2 minus 6j, 1 plus j, 2 minus 1 plus j. ഓക്കെ, ഇതിനെ എന്നിട്ട് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ കിട്ടണമെങ്കിൽ ഇതിന് ആന്റി ക്ലോക്ക് വൈസിൽ എഴുതാം. ദാറ്റ് ഈസ് 2 minus 6j minus 1 plus j, 2 1 plus j. Okay, this is x conjugate of k. എന്നിട്ട് ഇതിൽ നമുക്ക് g of k യും x of k യും കാണാം. ദാറ്റ് ഈസ് x1 of k യും x2 of k യും കാണുന്ന പോലെ ഇവിടെ g of n h of n ആയതുകൊണ്ടാണ് g of k യും h of k യും കാണുന്നത്. സോ ഹിയർ g of k is equal to 1 by 2 രണ്ടിന്റെ അഡീഷൻ ആൻഡ് h of k is equal to 1 by 2j ഈ രണ്ടെണ്ണത്തിന്റെയും സബ്സ്ട്രാക്ഷൻ. സോ g of k is equal to 1 by 2, 2 plus 2 4, this is 1 minus 1, that is 0, 2 plus 2 4, this is 0. Okay, 4 0 4 0 കിട്ടും. Then x of minus j എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിന് മൈനസ് ചെയ്യും. സോ 2 പ്ലസ് 6j മൈനസ് മൈനസ്, സോ പ്ലസ് 6j പ്ലസ് 6j, ദാറ്റ് ഇസ് 12j. ഇവിടെ പ്ലസ് 1ഉം മൈനസ് ജെയും വരും. സോ 2 minus 2j വരും, 2 minus 2j. ഓക്കെ, 2 minus 2j. Then next 2 minus 2 0, ഇവിടെ അതുപോലെ തന്നെ മൈനസ് 1 മൈനസ് 2 വരും. സോ മൈനസ് 2 മൈനസ് 2j വരും. ഓക്കെ, മൈനസ് 2 മൈനസ് 2j. എന്നിട്ട് 1 by 2j ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെയ്ത പോലെ 1 by 6, 1 minus 1j, 0 minus 1 minus j by j വരും. സോ 1 by j പറഞ്ഞാൽ മൈനസ് j, ദിസ് ഇസ് മൈനസ് 1. സോ 1 by j പറയുമ്പോൾ മൈനസ് j, ഇത് പറയുമ്പോൾ പ്ലസ് j മൈനസ് 1. ഓക്കെ, then x of k is h of k is equal to 6 minus 1 minus j, 0 minus 1 plus j. This is h of k. So we have got x1 of k and x2 of k, that is g of k and h of k. Okay, that's all about today's class, and we have completed the second module. Okay, thank you, have a nice day.